എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ ഏർലി മോർണിംഗ്, അതായത് ഒരു 3 മണിക്കൊക്കെ ഓപ്പൺ ആവുന്ന ഒരു ബിരിയാണി ഷോപ്പിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പുലർച്ചെ 2 മണിക്ക് അലാറമൊക്കെ വെച്ചെങ്കിലും എണീക്കാൻ ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ബിരിയാണി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൊലച്ചക്കൊന്നും പോയി ആരും ബിരിയാണി കഴിക്കാൻ നിൽക്കില്ലല്ലോ. ബാംഗ്ലൂരിൽ ഒസ്കോട്ടെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബിരിയാണീൻ്റെ സ്പോട്ട് ഉള്ളത്. പോകുന്ന റൂട്ട് കണ്ടില്ലേ, നല്ല റോഡാണ് ആക്ച്വലി. എനിക്ക് ഇങ്ങനെയുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. വെളിച്ചം ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം എത്താനായി. റോഡിന്റെ 2 സൈഡിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർക്കിംഗ് ഒന്നുമില്ല. നമ്മൾ റോഡിന്റെ 2 സൈഡിലും എവിടെയാണോ നമുക്ക് കിട്ടുന്ന സ്പേസ് എന്ന് വെച്ചാൽ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം. ആദ്യം ഞങ്ങൾ പോയത് മണി ദം ബിരിയാണിയിലേക്കാണ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എത്തേണ്ട സമയം എന്ന് വെച്ചാൽ ഒരു 3 മണി 4 മണി സമയമൊക്കെ ആകുമ്പോൾ എത്തണം. ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 4:30 4:45 ആയിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് ലൈനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്, കണ്ടില്ലേ. ഈ ഒരു ബിരിയാണി സ്പോട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തത് നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും പിന്നെ ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നവർ അവിടെ പോവും, ബിരിയാണി കഴിക്കും, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് പാർട്ടിക്ക് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ പോയിട്ട് ഫുഡ് കഴിക്കും. പിന്നെ ഭാവിയിൽ ഇത് വളരെ ഫേമസ് ആവുകയാണ് ചെയ്തത്. ഇങ്ങനെ ലേറ്റ് ആയി പോയതിന്റെ ഒരു പണി ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും സാധനം കാലി. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വരിയിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു റൈസ് മാത്രമേ ഉള്ളൂ, മട്ടൺ ബിരിയാണി ഇല്ല എന്ന്. ഞങ്ങൾ എന്തായാലും ഒരു റൈസ് പാർസൽ വാങ്ങിച്ച്. ഇവിടെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർ ഏർലി മോർണിംഗ് തന്നെ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരു 3 മണിക്ക് 4 മണിക്ക് ഉള്ളിൽ എത്തുന്നതാണ് ഏറ്റവും നല്ല ടൈം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് ആനന്ദ് ദം ബിരിയാണിയിലേക്കായിരുന്നു. മണി ദം ബിരിയാണിയും ആനന്ദ് ബിരിയാണിയും ഏകദേശം അടുത്തടുത്താണ്. ഒരു 10 മിനിറ്റിന്റെ ഡ്രൈവേ ഉണ്ടാവുള്ളൂ. ഇവിടെയും പാർക്കിങ്ങിന്റെ അവസ്ഥ സെയിം ആണ്. റോഡ് സൈഡിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർക്കിംഗ് സ്പോട്ട് ഇവർക്കും ഇല്ല. 290 രൂപയാണ് ഒരു ബിരിയാണിക്ക് ഒരു ചാർജ് ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് കണ്ടില്ലേ, എന്താ വലുപ്പം. ഇങ്ങനത്തെ 3-4 ചെമ്പ് ബിരിയാണിയാണ് ഓരോ ദിവസവും ഇവിടെ സെല്ലാവുന്നത്. ഇവിടുന്നും ഒരു മട്ടൺ ബിരിയാണി പാർസൽ വാങ്ങിച്ചു. കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴാണ് ഈ ഷോപ്പിന്റെ തന്നെ വേറൊരു സൈഡിൽ കബാബ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടത്. 240 രൂപയാണ് ഒരു ഫുൾ പ്ലേറ്റ് കബാബിന് ഇവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഞങ്ങളൊരു പ്ലേറ്റ് ഫുൾ ചിക്കൻ കബാബ് പാർസൽ വാങ്ങിച്ചു. എനിക്ക് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള നോൺ വെജ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് വരും. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും സ്പൈസി ആയിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മധുരം കഴിച്ചാൽ നന്നാവും എന്നുള്ള ഒരു ഫീലിങ്സ് വരാറുണ്ടോ? എന്തായാലും ഞങ്ങൾ തൊട്ട സൈഡിൽ തന്നെ 2-3 ഗുലാബ് ജാമുനും പാർസൽ വാങ്ങിച്ചു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് അക്ഷയ് ദം ബിരിയാണിയിലേക്കാണ്. ഏകദേശം ഒസ്കോട്ടെ ടോൾ ഗേറ്റിന്റെ അടുത്തായിട്ടാണ് അക്ഷയ് ദം ബിരിയാണി വരുന്നത്. ഇവിടെയും പാർക്കിങ്ങിനുള്ള സ്ഥലമല്ല, ഹൈവേയുടെ തൊട്ട സൈഡിലാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് ചെമ്പ് ബിരിയാണി ഓൾറെഡി കാലിയായിട്ടുണ്ടായിരുന്നു. ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് ബാച്ച് ബിരിയാണി ദം ഇട്ടതാണ്, ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, സംഭവം റെഡിയാണെന്ന്. ഇവിടെയും 290 രൂപയാണ് ഒരു പ്ലേറ്റ് മട്ടൺ ബിരിയാണിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ദമ്മ് പൊട്ടിച്ചു. ദമ്മ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഒരു ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കുന്നതൊക്കെ കാണുന്നത്. ദമ്മൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവർ ബിരിയാണി ഒരു ഇളക്കലുണ്ട്. അപ്പോൾ ആ ചൂടോടൊക്കെ ഉള്ള ബിരിയാണീൻ്റെ ആ ഒരു പുകയും ആ ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ലൊക്കെ മൂക്കിലേക്ക് ഇങ്ങോട്ട് അടിച്ച് കയറും. സത്യം പറഞ്ഞാൽ എനിക്ക് വായിൽ നല്ലോണം വെള്ളം വന്നു. ഇവർ ആക്ച്വലി നല്ലോണം അടിയുന്ന് ഇളക്കി ഇങ്ങനെ ബിരിയാണി മറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം ആ ബിരിയാണീൻ്റെ പുകയൊക്കെ വരുന്നത് കണ്ടില്ലേ. ശരിക്കും നല്ലോണം നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് നല്ലോണം കിട്ടും. രാവിലെ തന്നെ പോയിട്ട് ഈ ഒരു ബിരിയാണി കഴിക്കുക എന്ന് പറയുന്നത് വേറൊരു വൈബ് തന്നെയാണ്. ഈ വീക്കെൻഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ചുമ്മാ ചടഞ്ഞു കൂടിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കരുത്. വല്ലപ്പോഴും ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടോ ഒക്കെ ഒന്ന് പുറത്തു പോവുക. നല്ല നല്ല സ്പോട്ടിൽ പോയിട്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല നല്ല കാഴ്ചകൾ കാണുക, നല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ ഒരു രസമല്ലേ. ഞാൻ ആക്ച്വലി ഈ സ്പോട്ടിലൊക്കെ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ചിലർ ചിലപ്പം ബാംഗ്ലൂരിൽ കുറേ ആയിട്ട് താമസിക്കുന്നവരായിരിക്കാം. ചിലപ്പം ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ടൊന്നും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ
വല്ലപ്പോഴൊക്കെ ഫ്രീ ഉള്ള സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ചിലപ്പം ബാംഗ്ലൂരിൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഈ പ്ലേസിലൊക്കെ ഒന്ന് പോയിട്ട് ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ ബിരിയാണീസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ചൂട് പുകയ്ക്ക് പറക്കുന്ന ബിരിയാണി റെഡിയാണ്. ഇവിടുന്ന് ഒരു പ്ലേറ്റ് പാർസൽ വാങ്ങിച്ചു. അപ്പോൾ ആദ്യം തന്നെ കഴിക്കാൻ പോണത് മണി ദം ബിരിയാണിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം വൈകി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി ബിരിയാണി റൈസ് മാത്രമാണ് മണി ദം ബിരിയാണിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്, അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്കൊരു കഷ്ണം പീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ മണി ദം ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട്. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് മണി ദം ബിരിയാണിയിൽ നമുക്ക് കിട്ടുക. മട്ടൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസുകളാണ്. കുറച്ച് സാൾട്ടി ആയിട്ട് എനിക്ക് തോന്നി, പക്ഷേ മട്ടനും റൈസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിങ്ങനെ ചവച്ച് അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും, സ്ലോലി നമുക്ക് കിട്ടും. ഇത് ആക്ച്വലി ആനന്ദ് ദം ബിരിയാണിന്ന് നമ്മൾ വാങ്ങിച്ച കബാബാണ്. അപ്പോൾ കബാബ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്ര ക്രിസ്പി ഒന്നുമല്ല, ഒരു മീഡിയം റോസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മസാലയൊക്കെ നല്ല അടിപൊളി മസാലയാണ്, അത്യാവശ്യം സ്പൈസിയാണ്. ഓവർ സ്പൈസി അല്ല, മീഡിയം ആയിട്ടുള്ളൊരു സ്പൈസി. എനിക്ക് എന്തായാലും കബാബും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഡയലോഗ് ഞാൻ കോപ്പി അടിക്കുകയാണ് കേട്ടോ. സ്വർഗം മാമ സ്വർഗം. ബിരിയാണിയും നല്ല പൊരിച്ച കബാബും സൂപ്പർ. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് ആനന്ദ് ബിരിയാണിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അത്യാവശ്യം മസാലയൊക്കെ ഉള്ള, കുറച്ച് കൂടുതൽ മസാല ഒക്കെ ഉള്ള ഒരു ബിരിയാണിയാണെന്ന്. അപ്പോൾ ഞാനിതിൽ പീസുകളൊക്കെ ഒന്ന് തപ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പീസിൻ്റെ എണ്ണം കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം കുറച്ച് എല്ല് ജാസ്തിയുള്ള പീസസാണ്. ചിലപ്പോൾ എൻ്റെ ബാഡ് ലക്കൗട്ടായിരിക്കാം എനിക്ക് ഇത് കിട്ടിയത്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 5 പീസസാണ് എനിക്ക് ഇതിൽ കിട്ടിയത്. എന്തായാലും 290 രൂപയ്ക്ക് വാങ്ങുന്നതല്ലേ, അപ്പോൾ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നി. ഇത് ഫാറ്റാണ്, കിട്ടുന്നില്ല. പീസ് നോക്കട്ടെ. ഓക്കെ, നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള പീസാണ് കേട്ടോ, നല്ല കുക്കായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടെ. കൊള്ളാം കേട്ടോ, റൈസ് അത്യാവശ്യം കൊള്ളാം. കുറച്ച് റഫാണ് റൈസ് ആക്ച്വലി. പിന്നെ മസാലയൊക്കെ കൊള്ളാം, നല്ല ഫ്ലേവറാണ്. കുറച്ച് സ്കിന്നും ഫാറ്റൊക്കെ ആയിട്ടുള്ളൊരു പീസാണ്. അടിപൊളി, നല്ല രസമുണ്ട്. കുറച്ച് മഞ്ഞളിൻ്റെ ഒരു കുത്തൽ നമുക്ക് ഫീൽ ചെയ്യും. ഞാനെന്നാൽ നമ്മുടെ തൈരൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ. കുറച്ച് തൈരൊക്കെ ഒഴിച്ച് അതിലേക്ക് ഒരു പീസൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് കഴിക്കട്ടെ. അടിപൊളി. നേരത്തെ പറഞ്ഞ പോലെ റൈസ് കുറച്ച് റഫാണ്. ഇത് നല്ല മസാലേൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് നല്ലോണം കിട്ടും. പിന്നെ പീസസൊക്കെ അത്യാവശ്യം സോഫ്റ്റ് തന്നെയാണ്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മസാലയുടെ ലൈറ്റായിട്ടുള്ള കുത്തലും സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നത് അക്ഷയ് ദം ബിരിയാണിയാണ്. ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ആ സ്പോട്ടിൽ തന്നെ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഈ അക്ഷയ് ബിരിയാണി. അതുകൊണ്ട് തന്നെ വാങ്ങിച്ച് വന്നിട്ടും നല്ലോണം ചൂടൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, പുകയൊക്കെ നല്ലോണം പറക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി തൊടാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. ഞാൻ പീസസൊക്കെ ഒന്ന് എണ്ണി നോക്കട്ടെ കേട്ടോ. കണ്ടോ, ഞാൻ കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും പീസസ് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു റൈസിനെയും കാട്ടിയും കൂടുതൽ ഇവർ പീസസാണ് ഇട്ടിട്ടുള്ളതെന്ന്. റൈസ് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് പീസസ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അക്ഷയ് ബിരിയാണിയിൽ അവർ ഒരുപാട് പീസസ് നമുക്ക് നൽകുന്നുണ്ട്, കണ്ടില്ലേ? ഇതിലെ പീസസ് എനിക്ക് കുറച്ച് റഫായിട്ടാണ് തോന്നുന്നത്.
കുക്കായിട്ടുണ്ട്, പക്ഷേ കുറച്ച് അത്ര ജ്യൂസി അല്ല. ചൂടുണ്ട്, ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി, സൂപ്പറാണ്. കുറച്ച് റഫാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ പാകത്തിൽ തന്നെയാണ് ഇതിൻ്റെ പീസസ് എല്ലാം ഉള്ളത്. അത്യാവശ്യം നല്ല മസാല തന്നെയാണ്, തൊടാൻ പറ്റുന്നില്ല ആക്ച്വലി, നല്ല ചൂടാണ്. റൈസും പീസും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ. നല്ല ചൂടുണ്ട്. ചൂടോടൊക്കെ പീസും റൈസും കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. ഇതിനും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു മസാല തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു കുത്തലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കൊള്ളാം. ഇനി ആ തൈരും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. തൈരും റൈസൊക്കെ ഒന്ന് കുഴച്ചിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കബാബിൻ്റെ ഒരു കഷ്ണവും നമ്മുടെ ഈ ഒരു കബാബിൻ്റെ കഷ്ണം എടുത്തിട്ട് അതും ഇതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയാം. കഴിക്കുവാണേ. സ്വർഗം മാമാ, സ്വർഗം. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അക്ഷയ് ബിരിയാണിയും ആനന്ദ് ബിരിയാണിയും റൈസ് കുറച്ച് റഫായിരിക്കും, പിന്നെ മസാലയും കുറച്ച് തിക്കായിട്ട് ഹാർഡായിട്ടുള്ളൊരു മസാലയായിട്ട് ഫീൽ ചെയ്യും. മണിദം ബിരിയാണി റൈസ് കുറച്ച് സോഫ്റ്റും മസാല അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് മസാലയായിരിക്കും. അപ്പോൾ കഴിച്ച 3 ബിരിയാണിയും ഒന്നും മോശമല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട്. എന്തായാലും ഒരു തവണ ഹോസ്കോട്ടെ ബിരിയാണി നിങ്ങളെല്ലാവരും പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും രാവിലെ പൊലച്ചക്ക് പോയിട്ടുള്ള ഈ ഒരു ബിരിയാണി. അങ്ങനെ കുറച്ച് നല്ല ഭക്ഷണം കഴിച്ച സന്തോഷത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ. ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്തേക്കണേ. ബൈ.